മുമ്പോട്ടിനി എങ്ങനെ പോകും, ആരെന്നെ സഹായിക്കും, ആരെങ്കിലും എനിക്കുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത എന്ന ഈ പരിപാടിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെയും സഹായിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും അപ്പോൾ തന്നെ ഈ വചനം കേൾക്കുവാൻ നിങ്ങളെയും ദൈവം ഇടയാക്കിയതുകൊണ്ട് നിങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് ചിന്തയ്ക്കാധാരമായി ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായമാണ്. അതിൽ 1-2 വാക്യങ്ങൾ ചിന്തയ്ക്കാധാരമായി പ്രാരംഭമായി ഞാൻ വായിക്കുന്നു. 30-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പും ഇല്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. പഴയ നിയമ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകങ്ങളിലൂടെ അരുളി ചെയ്യുന്ന ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ട് ദൈവം ഓർപ്പിക്കുകയാണ്: നീ അതിക്രൂരമായി മുറിവേറ്റിരിക്കുന്നു, നിനക്ക് വളരെ വേദനകളുണ്ട്, നിന്റെ ആ മുറിവ് കെട്ടുവാൻ മരുന്നില്ല, കുഴമ്പില്ല, നിന്റെ സ്നേഹിതന്മാരെല്ലാവരും നിന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, നിനക്കൊരു വ്യവഹാരം നടത്താൻ, ഒരു ആശ്വാസം തരാൻ, നിന്റെ പക്ഷം നിൽക്കാൻ ആരുമില്ലാത്ത ഒരു അനുഭവം. പുതിയ നിയമ ഇസ്രായേലായ നമ്മോടുള്ള ബന്ധത്തിലും ഇതേ വാക്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ളതാണ്. ഈ വിശ്വാസ ജീവിത യാത്രയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആശ്രയമായ പലരും ഉണ്ടാകും എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കാനും നല്ലൊരു വാക്ക് പറയാനും നമ്മെ സഹായിക്കാനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളൊക്കെ കടന്നു വരുമ്പോൾ ചേർത്ത് നിർത്താനും ചിലരൊക്കെ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണ്: നാം വിശ്വസിക്കുന്ന ആരും കൂടെ ഉണ്ടാവുകയില്ല, നാം പ്രതീക്ഷിക്കുന്ന ആരും കൂടെ ഉണ്ടാവുകയില്ല. നാം സ്നേഹിക്കുന്ന സ്നേഹിതന്മാർ, എക്കാലത്തും കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചർച്ചക്കാർ ഒക്കെ നമുക്ക് സഹായത്തിന് ഉണ്ടാകുമെന്നൊക്കെ ചിന്തിക്കുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം വേദനയിലൂടെ തിക്തമായ അനുഭവത്തിന് കടന്നു പോകുമ്പോൾ അവരാരെയും കാണുകയില്ല, അവരാരും സഹായത്തിന് വരികയില്ല. അതേ ഒരു കാര്യമാണ് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും ദൈവം ഓർപ്പിക്കുന്നത്: നിനക്ക് ആരുമില്ല. നിന്റെ വേദനയിൽ നീ പരിക്ക് പറ്റിയിരിക്കുമ്പോൾ, വേദനപ്പെട്ടിരിക്കുമ്പോൾ, ആകുലപ്പെട്ടിരിക്കുമ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമില്ല. ഇതുപോലെക്കാലം നമ്മുടെ ജീവിതത്തിലും ആരുമില്ലാത്ത, ഏകരായിരിക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന, മുറിവേറ്റിരിക്കുന്ന, ഹൃദയത്തിൽ ആഴമായി മുറിവേറ്റിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മെ സഹായിപ്പാനും ആശ്വാസം പകരാനും നല്ലൊരു വാക്ക് പറയാനും ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്ന നല്ലവനായ ദൈവമാണ്. നമ്മുടെ പ്രശ്നത്തിന് അവൻ പരിഹാരം നൽകുന്ന ദൈവമാണ്. അവൻ നമ്മുടെ വിഷയത്തിന്മേൽ വ്യവഹാരം നടത്തി നമുക്ക് നല്ലൊരു പരിസമാപ്തി, ശുഭകരമായ ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്ന നല്ല ദൈവമാണ്. ആ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് 30-ാം അധ്യായം 17-ാം വാക്യത്തിൽ: അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്തവളെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. അതെ, ലോകത്തിന്റെ മുമ്പിൽ ഒരു പഴഞ്ചൊല്ലെന്ന പോലെ ഇസ്രായേലിൽ ഇവിടെ ഇരിക്കുന്ന പേര് ആരും നോക്കാത്തവൾ, ആരും നോക്കാത്ത സിയോൻ, ഭ്രഷ്ട എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നവൾ. എന്നാൽ ദൈവം അവരോട് പറയുന്നു: ആരെല്ലാം നിന്നെ തള്ളിയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന കർത്താവല്ല, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ ആഴമായി മുറിവേറ്റിരിക്കുന്നവരെ, ജീവിതത്തിൽ മുറിവേറ്റെന്ന പോലെ വേദന അനുഭവിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മുമ്പോട്ടിനി എങ്ങനെ പോകും, ആരെന്നെ സഹായിക്കും, ആരെങ്കിലും എനിക്കുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് ഓർപ്പിക്കാനുള്ളത്: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കാം. താഴോട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുന്നതായ അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നു: നഗരം അതിന്റെ കൽക്കുന്മേൽ പണിയപ്പെടും,
അരമന യഥാസ്ഥാനപ്പെടും. അവയിൽ നിന്ന് സ്തോത്രം സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയില്ല. ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങൾ എളിമപ്പെട്ടിരിക്കുകയാണ്, താണിരിക്കുകയാണ്, തല ഉയർത്തി ഒന്ന് നോക്കുവാൻ കഴിയുന്നില്ല, ആരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ശക്തീകരിക്കാം, ഞാൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടാം, നിങ്ങളുടെ മഹത്വത്തെ ഞാൻ വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റി, ഇന്നത്തെ നിലവാരങ്ങളെ മാറ്റി ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കാം. ഞാൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് പലകാലം സർവശക്തനായ ആ ദൈവത്തിൻ്റെതായ കരസ്പർശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് സഹായകനായി ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ വ്യവഹാരജ്ഞനായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ഒന്നിനെയും ഭയപ്പെടുവാനില്ല. അവൻ നമ്മൾക്ക് ആരോഗ്യം നൽകി, ബലം നൽകി, ശക്തി നൽകി, ആശ്വാസം നൽകി മുന്നോട്ട് നയിപ്പാൻ സർവശക്തനായ ദൈവമാണ്. അത് ഈ യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ പാൽക്കാലം നമ്മുടെ ജീവിതം നമുക്ക് തുടങ്ങാം. തുടർന്നുള്ള ജീവിതയാത്രയിലും ദൈവത്തിന്റെ ആഴമായ ഇടപെടലും ആഴമായ സ്നേഹവും ആഴമായ കരുതലും അനുഭവിപ്പാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ഇത് നിങ്ങളെല്ലാവരും ധന്യമായി അനുഗ്രഹിക്കട്ടെ.